നമ്മുടെ വിലപ്പെട്ട വസ്തുക്കൾ നമ്മൾ മറന്നു വെച്ച് കളഞ്ഞു പോയോ ചെയ്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സാധനം ഇനി നിങ്ങൾ മറന്നു വെച്ചിട്ട് പോകാതിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. മലയാളി ഗീക്കിലേക്ക് എവർക്കും സ്വാഗതം. മലയാളത്തിൽ ഇന്ന് വരെ റിവ്യൂ ചെയ്യാത്ത ഐ ട്രാക്കർ എന്ന സ്മാർട്ട് ബ്ലൂടൂത്ത് ട്രാക്കറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പല കമ്പനികളും സ്മാർട്ട് ബ്ലൂടൂത്ത് ട്രാക്കറുകൾ ഇറക്കുന്നുണ്ട്. ഇതിൽ iMusix എന്ന കമ്പനിയുടെ ഐ ട്രാക്കർ എന്ന പ്രോഡക്റ്റാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇത് ഓൺലൈനായും നിങ്ങളുടെ അടുത്തുള്ള മൊബൈൽ സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. ഇതൊരു ചൈനീസ് പ്രോഡക്റ്റാണ്. നിലവിൽ ബ്ലൂടൂത്ത് 4.0 ടെക്നോളജി ഉപയോഗിച്ചാണ് സ്മാർട്ട് ട്രാക്കറുകൾ പ്രവർത്തിക്കുന്നത്. ഇതെന്നല്ല, ഏത് കമ്പനിയുടെ ആയാലും നിങ്ങൾക്ക് ഏകദേശം 400 രൂപയ്ക്ക് താഴെയായിരിക്കും വില വരുന്നത്. ഇതിൻ്റെ കമ്പാനിയൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ആദ്യമായി നമുക്കിതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് സ്മാർട്ട് ട്രാക്കറും അതിൻ്റെ ബാറ്ററിയുമാണ്. കമ്പ്യൂട്ടറിൽ CMOS ബാറ്ററിയായി ഉപയോഗിക്കുന്ന CR2032 എന്ന ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ബാറ്ററിയാണിത്. ബാറ്ററി വളരെ എളുപ്പത്തിൽ ബാറ്ററി കമ്പാർട്ട്മെന്റ് തുറന്ന് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇനീഷ്യൽ സെറ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് പെയറിങ്ങിലേക്ക് കടക്കാം. സ്മാർട്ട് ട്രാക്കർ നിങ്ങളുടെ ഫോണുമായി പെയർ ചെയ്ത് ഉപയോഗിക്കാനായി അതിൻ്റെ കമ്പാനിയൻ ആപ്പ് നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ഗൂഗിൾ പ്ലേയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കമ്പാനിയൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. കമ്പാനിയൻ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഫോണിന്റെ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യുക. ട്രാക്കർ ഓണാക്കുവാനായി ട്രാക്കർ ബട്ടണിൽ 3 സെക്കൻഡ് പ്രസ് ചെയ്യുക. ഇനി സ്മാർട്ട് ട്രാക്കർ ഫോണുമായി കണക്ട് ചെയ്യാൻ കണക്ട് പ്രസ് ചെയ്യുക. ട്രാക്കർ ബട്ടൺ 2 തവണ അമർത്തിയാൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യും. വീണ്ടും 2 തവണ അമർത്തിയാൽ ഫോണിൽ അലാറം സൗണ്ട് മുഴങ്ങും. ഫോട്ടോഗ്രാഫ് ടാബ് എടുത്ത ശേഷം ട്രാക്കർ ബട്ടൺ ഒറ്റ തവണ ഞെക്കിയാൽ മതി. അതൊരു ക്യാമറ ഷട്ടറായി പ്രവർത്തിക്കും. ഫിക്സഡ് ഫോക്കസ് മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിൽ ഞാൻ കണ്ടെത്തിയ പോരായ്മ. ലൊക്കേഷൻ ടാബ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ട്രാക്കറിന്റെ റിയൽ ടൈം ലൊക്കേഷനാണ്. ട്രാക്കറിന്റെ ലൊക്കേഷൻ ഹിസ്റ്ററിയും സൂക്ഷിക്കുന്നു എന്നതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത. സെറ്റിംഗ് എന്ന ഓപ്ഷൻ എടുത്ത ശേഷം ഡബിൾ ക്ലിക്ക് സെറ്റിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ് ഫോർ വോയിസ് റെക്കോർഡിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ 2 തവണ നിങ്ങൾ ട്രാക്കർ ബട്ടൺ പ്രസ് ചെയ്താൽ വോയിസ് റെക്കോർഡറായി ആക്ട് ചെയ്യും. ഹലോ, ദിസ് ഈസ് എ സാമ്പിൾ വോയിസ് റെക്കോർഡിംഗ്. ഹലോ, ദിസ് ഈസ് എ സാമ്പിൾ വോയിസ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുവാനും ട്രാക്കർ ബട്ടൺ 2 തവണ ക്ലിക്ക് ചെയ്താൽ മതി. അവസാനമായി അലേർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ട്രാക്കറിൽ നിന്നും കണ്ടിന്യൂസ് ബീപ്പ് സൗണ്ട് മുഴങ്ങും. ഇതുവഴി നമ്മൾ മറന്നുവെച്ച വിലപ്പെട്ട സാധനം നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇതിലും മെച്ചപ്പെട്ട വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ ദിസ് ഇസ് VJ സൈനിങ് ഓഫ്.